മോഹിനിയാട്ടത്തിൽ സൗന്ദര്യത്തിനാണ് പ്രധാനം. ഇനിയും ഞാനത് ആവർത്തിക്കും. 66 വയസ്സായിട്ടും ഞാനിങ്ങനെ ഇരിക്കുന്നില്ലേ? കറുത്ത നിറമുള്ളവർ മോഹിനിയാട്ടം കളിക്കണ്ട എന്ന അധിക്ഷേപ നിലപാട് ആവർത്തിച്ച് വീണ്ടും കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ വിവാദത്തിലാവുകയാണ്. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പ്രസ്താവന വീണ്ടും വിവാദമാകുന്നു. ഈ വിവാദ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് സത്യഭാമ ചെയ്യുന്നതും. പല കോണിൽ നിന്ന് വിമർശനം ഉയർന്നിട്ടും അധിക്ഷേപ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം സത്യഭാമ തുടരുകയാണ്. യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താവായി താൻ ഇരുന്നിട്ടുണ്ട്. അവിടെ മാർക്കിടുന്നതിന് നൽകുന്ന പേപ്പറിൽ ആദ്യ കോളത്തിലെ ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയായിരിക്കണം, മോഹനൻ ആകരുത്. മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാകില്ല. മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം. നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ? ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. ഞാനൊരു വ്യക്തിയുടെ പേരും ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്. മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരവും വിചാരവും തിരിച്ചറിയാനാകണം. അതുകൊണ്ടാണ് LP സെക്ഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്തു കളഞ്ഞത്. ഇങ്ങനെയായിരുന്നു മാധ്യമങ്ങളോടുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം. അതായത് ഈ ലോകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരിൽ ചിലർക്ക് കറുത്ത പയ്യനും പെണ്ണും മോഹിനിയാട്ടം കളിക്കുന്നതിൽ വിരോധം കാണില്ല. അവരത് കൊണ്ട് നടന്നോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ഞാൻ വ്യക്തിപരമായും ആരെയും പരാമർശിച്ചിട്ടില്ല. ഞാനൊരു വ്യക്തിയെയും അധിക്ഷേപിച്ചിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ 66 വയസ്സായിട്ടും ഇങ്ങനെ ഇരിക്കുന്നില്ലേ? അതുമതി. നിങ്ങൾ ആരോടെങ്കിലും വീട്ടിലുള്ള കുട്ടികൾക്ക് പൊള്ളുന്ന തരത്തിൽ ഞാൻ വല്ലതും പറഞ്ഞോ? നിങ്ങളെ സംബന്ധിച്ച് വെറും പ്രോഗ്രാം. നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ അങ്ങ് കൂടിക്കോളൂ. ഇനിയും ഞാൻ പറയും, ഇതിലൊരു കുറ്റബോധവുമില്ല എന്നാണ് കലാമണ്ഡലം സത്യഭാമ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. താൻ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞെന്നും നിങ്ങളാരും ജോലി ചെയ്യുന്ന മേഖലയിലല്ല ഇതെന്നും കലാമണ്ഡലം സത്യഭാമ പറയുകയാണ്. അത്യാവശ്യം സൗന്ദര്യം വേണമെന്നും സൗന്ദര്യമില്ലാത്ത ഒരു കുട്ടിക്ക് 1ാം സ്ഥാനം കൊടുത്തിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ എനിക്ക് ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കറുത്ത കുട്ടികൾ പരിശീലനത്തിന് വന്നാൽ പരിശീലനം നൽകും, പക്ഷേ മത്സരത്തിന് പോകണ്ടെന്ന് പറയും. മോള് മത്സരത്തിന് പോകണ്ട, അമ്പലത്തിലും ക്ഷേത്രത്തിലും കളിച്ചോ. മത്സരത്തിന് പോകുമ്പോൾ സൗന്ദര്യത്തിന് ഒരു കോളമുണ്ട് എന്ന് പറയുമെന്നും സത്യഭാമ വ്യക്തമാക്കി. ഞാൻ വിചാരിച്ചാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സർക്കാർ തലത്തിൽ ആ കോളം എടുത്ത് കളയണം. ഞങ്ങൾക്ക് തിയറിയിൽ ഒരു നർത്തകിക്ക് വേണ്ടുന്ന ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. RLVയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് സത്യഭാമ പറയുന്നത്. RLV രാമകൃഷ്ണനുമായി ഒരു പരിചയമില്ല. അയാളുമായി പ്രശ്നമുണ്ടോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് നീന പ്രസാദിന്റെയും മേതിൽ ദേവികയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. നീന പ്രസാദ് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് ഡിപ്ലോമ എടുത്തത്? അപ്പോൾ പിന്നെ എന്തിനാണ് നീന പ്രസാദ് പറഞ്ഞുവെന്ന് പറയുന്നതെന്നുമാണ് സത്യഭാമയുടെ ചോദ്യം. എൻ്റെ സ്വന്തം അഭിപ്രായം പറയാൻ ആരുടെയും ചിലവ് വേണ്ടല്ലോ. ഒരു സമൂഹത്തിനെ കൊണ്ടും എനിക്കൊരു ഗുണവുമില്ല. ഞാൻ പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടികൾ ഫീസ് തരുന്നു, അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. അല്ലാതെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് അവാർഡുകളോ പേവാർഡുകളോ കിട്ടാറില്ല എന്നാണ് സത്യഭാമ പരിഹസിക്കുന്നത്. കുറച്ച് സൗന്ദര്യമുള്ള ആളുകൾ മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗിയുണ്ടാകൂ. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കൂടുതലും. ഉദാഹരണത്തിന് പൂതനാമോക്ഷം. പൂതന കൃഷ്ണന്റെ അടുത്ത് വന്ന് കൃഷ്ണനെ കൊല്ലാൻ നോക്കുന്നത് എങ്ങനെയാണ്? മുലയിൽ വിഷം തേച്ചിട്ട് കൊല്ലാൻ നോക്കുന്നതാണ് കഥ. ഈ രംഗം പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ചെയ്യുന്നതും കാണാൻ ഭംഗിയുള്ള ഒരു സ്ത്രീ ബ്രേസിറൊക്കെ നല്ല ലെവൽ നിർത്തി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതൊക്കെ കണക്കാക്കിയാണ് ഞാൻ പറഞ്ഞത്. മത്സരത്തിനായി ഒരു കുട്ടി 10 മിനിറ്റിൽ കളിക്കുന്നതല്ല മോഹിനിയാട്ടം. സെക്സ് രൂപേണുള്ള ഒരുപാട് കാര്യങ്ങളാണ് മോഹിനിയാട്ടത്തിലുള്ളത്. അവിടെ സൗന്ദര്യം എന്ന മാനദണ്ഡമുണ്ട്. മോഹിനിയാട്ടം പെൺകുട്ടികളെ ചെയ്യാവൂ എന്നാണ് എൻ്റെ അഭിപ്രായമെന്നാണ് സത്യഭാമ വീണ്ടും ഉറപ്പിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.